ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ലൊരു നാടൻ 4 മണി പലഹാരം കേട്ടോ, എൻ്റെയൊക്കെ കൊച്ചിലേക്ക് കഴിച്ചിട്ടുള്ളതും ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതായ നല്ലൊരു കടല താളിപ്പ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആവശ്യത്തിനുള്ള കടല ഇതുപോലെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകി 3-4 വെള്ളം കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ രാവിലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. വൈകിട്ടാകുമ്പോൾ പരുവായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഈ കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി ഒരു 7 വിസിൽ വെയിറ്റ് ഇട്ട് ഒരു 7 വിസിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കുക്കറിന് നിങ്ങളുടെയൊക്കെ കുക്കർ എങ്ങനെയാണോ വേവ് അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 7 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് തക്ക സമയത്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല. പെട്ടെന്നൊരു ആശുപത്രി കേസൊക്കെ വന്നതുകൊണ്ട് താമസിച്ച് പോയി വീഡിയോ ഇടാൻ. അപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ ആശുപത്രിയിലൊക്കെ പോയി വന്നപ്പോൾ താമസിച്ച് പോയി. അപ്പോൾ ഇപ്പോൾ വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമെന്ന ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് ഇതൊക്കെ കഴിക്കാൻ പറയണം. ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്, ഒരു കെമിക്കലും ഇല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ 2 തണ്ട് കറി ലീഫും അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം ഒന്ന് ചുമന്ന് വരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. പണ്ട് എൻ്റെ കൊച്ചിലേക്ക് ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി അമ്മ തന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി പയറും ഇതുപോലെ ഞങ്ങൾ മുളപ്പിച്ച് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒത്തിരി വഴന്ന് അതിൻ്റെ നിറമെല്ലാം മാറി നമ്മൾ ഈ കറിയൊക്കെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2-3 പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സവാളയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരല്പം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാവും കേട്ടോ. ഒരുപാട് വഴന്ന് അങ്ങ് വാടിയൊന്നും പോകണ്ട. അപ്പോൾ ഈ സവാളയൊക്കെ കടിച്ച് ആ കടലയും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്, ചിരകിയതും കൂടെ. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയും പച്ചമുളകും ഈ തേങ്ങയെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു നാടൻ പലഹാരം കേട്ടോ. ഇതൊക്കെ പണ്ടേ നമ്മളൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല, കഴിക്കുന്നവരും കാണാം, ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത മക്കളും കാണും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഈ കടല ഇട്ടൊന്ന് മിക്സാക്കി എടുത്താലും നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു കട്ടനോ കാപ്പിയോ ചായ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് കൂട്ടി ഒന്ന് കഴിച്ചാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ പയർ മുളപ്പിച്ച് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, കടല ഇതുപോലെ കുതിർത്ത് ചെയ്യാം, പയർ കുതിർത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് മുളകെട്ടിയതിന് ശേഷം മുളകെട്ടി വന്നതിന് ശേഷം നമുക്കത് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടലെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഉണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റ്. ആ തേങ്ങയും ആ സവാളയും പച്ചമുളകും കറി ലീഫും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക മണവും അതിനൊത്തൊരു ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റുവാണേ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കാപ്പിയോ ചായ എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നാടൻ 4 മണി പലഹാരം, നമ്മുടെ കടല താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു കട്ടനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം കൂട്ടി കഴിക്കുമെന്നല്ല, കഴിച്ചു. നേരത്തെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.